ഇടക്കാല ബജറ്റിലെ പ്രത്യേകത. യൂണിയൻ ബജറ്റ് 2024 brought to you by UCO Bank, Honors Your Trust. Powered by DBFS with 3 decades of expertise in wealth management and non-banking finance. ബജറ്റിൽ സംസ്ഥാനത്തെ റെയിൽവേ വികസനത്തിന് 2744 കോടി രൂപ അനുവദിച്ചു. ശബരി റെയിൽ വലിയ പ്രതീക്ഷയെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി കുമാർ വൈഷ്ണവ് പറഞ്ഞു. കേരളത്തോട് കേന്ദ്രം രാഷ്ട്രീയ വിവേചനം കാണിച്ചിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. ഉണ്ണികൃഷ്ണനുണ്ട് വിവരങ്ങളുമായി. ഉണ്ണി, റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേ ബജറ്റ് ഇതോടൊപ്പം തന്നെ അവതരിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾക്ക് നിന്ന് മാറ്റം ഉണ്ടായിരിക്കുന്നു. കേരളത്തോട് ഒരു പരിഗണന ഇത്തവണ ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ നിർണായക പ്രഖ്യാപനങ്ങൾ, അതായത് വന്ദേ ഭാരത് നിലവാരത്തിൽ കേരളത്തിലെ 40,000 ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന കാര്യത്തിലടക്കമുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടത്തിയതിനു ശേഷം സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച വിഹിതം കൃത്യമായി അവിടെ വ്യക്തമാക്കുകയായിരുന്നു റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ റെയിൽ വികസനത്തിന് 2744 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ 2744 കോടി രൂപ UPA കാലത്തേക്കാൾ 7 മടങ്ങ് അധികമായി നൽകിയ ഒരു വിഹിതമാണ്. UPA കാലത്ത് 375 കോടിയായിരുന്നു. അതിൽ 7 മടങ്ങ് അധികമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നൊരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടാതെ നിലവിൽ കേരളത്തിൽ 35 റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിച്ചു. നിരവധി പദ്ധതികളാണ് സംസ്ഥാന സർക്കാരിന്റെ അനുമതിക്കായി അവിടെ സംസ്ഥാനത്ത് കേരളത്തിൽ കാത്തു നിൽക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ ഈ വളവ് നിർത്താനുള്ള പദ്ധതികളടക്കം സംസ്ഥാന സർക്കാരിന് പദ്ധതി രേഖയടക്കം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട്. അത് പ്രാവർത്തികമാവുകയാണെങ്കിൽ 160 കിലോമീറ്റർ സ്പീഡിൽ വന്ദേ ഭാരത് സഞ്ചരിക്കും എന്ന രീതിയിലുള്ള കാര്യം അദ്ദേഹം പറയുന്നു. കൂടാതെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് സിൽവർ ലൈനിൽ കേരളത്തിന്റെ ഭാഗത്തു നിന്ന് പിന്നീട് താല്പര്യം കണ്ടില്ല എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞത്. പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് കേരള സർക്കാരിനോട് ചോദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ ശബരി റെയിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു വലിയൊരു പ്രതീക്ഷയാണ് ശബരി റെയിൽ എന്ന് പറയുന്നത്. ആ രീതിയിൽ അതിന്റെ ശബരി റെയിലിൽ 2 അലൈൻമെന്റ് പരിഗണനയിലാണെന്ന് അശ്വിനി വൈഷ്ണവ് പറയുന്നു. കൂടാതെ കേരളത്തിലെ ഈ വന്ദേ സ്ലീപ്പർ അധികം വൈകില്ല, ഈ വന്ദേ ഭാരത് മോഡൽ സ്ലീപ്പർ ട്രെയിനുകൾ അത് അധികം വൈകില്ല എന്നൊരു പ്രഖ്യാപനവും മന്ത്രി നടത്തിക്കൊണ്ടായി. എന്തായാലും ഡൽഹിയിൽ മാധ്യമങ്ങളെ കാണുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഈ കേരളവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ ദീർഘമായി തന്നെ സംസാരിച്ചത്.